ഗൈസ്, അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടോയ്സിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നൊരു പ്രശ്നമാണ് ബാക്കിൽ ഗിയർ ബോക്സ്. ചെറിയ കാറിനെല്ലാം വരുന്ന ബാക്കിൽ ഗിയർ ബോക്സ് കംപ്ലൈൻറ്റ് ആയിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ ആക്സിലിന് കുറച്ചും കൂടി നീളം ഉണ്ടായിന്, ഇത്ര പോലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ സൈസിനായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഇത്ര പോലും ആക്കി അതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്ത് ഇത് ടയർ കയറി കഴിഞ്ഞാൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഇത് ഹോള് ഫ്രീ ആണ്, ഫ്രീ പ്ലേയിങ് ആണ്. അപ്പോൾ ഇത് കുറച്ച് ഗ്രിപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ആദ്യം ഇത് നമുക്ക് ഇതിൽ സെറ്റാക്കണം. അതിനായിട്ട് ഇത് ടോയ്സ് കുറേ പൊളിച്ച് പണിയെന്ന് പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത് അതിൻ്റെ പാർട്സ് എടുത്ത് വെക്കുന്ന പറയുകയാണെങ്കിൽ അതിൻ്റെ പാർട്സ് ഉണ്ടാവും. അപ്പം ഇത് PVC പൈപ്പ് ഷീറ്റിന് 7 mm ഹോളാണ് ഇതിനിട്ടത്. അപ്പം 7 mm ഹോളിട്ട് അതിന് 7 mm ഹോളിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ബെയറിങ്ങിന് പതിലായിട്ട് ടോയ് ഗ്രേഡിന് ഉപയോഗിക്കുന്ന സംഭവമാണ് ഇത്. അപ്പം ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ കാറിൽ ഫിറ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു PVC പൈപ്പ് ഷീറ്റ് എടുക്കാൻ, ഒരു ഇത്ര പോലുള്ള ഷീറ്റ് എടുക്കാൻ. PVC പൈപ്പ് ഷീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് എടുക്കാൻ ഒരു ഇത്ര പോലുള്ള ഷീറ്റ് എടുത്തിട്ട് അതിന് 2 ഹോൾ ഇട്ട് വെക്കാൻ. കുറച്ച് സ്പേസ് വിട്ടിട്ട് 2 തട്ടത്ത് ഹോൾ ഇട്ടാൽ മതി. ഈ ഒരു മൂലക്കും ഹോൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇത്തിരി സ്പേസ് ഉണ്ടാവും. ആ സ്പേസ് ഇങ്ങനെ മുറിച്ചെടുക്കാൻ. ഇതൊരു ഷീറ്റാണ് ഉണ്ടായി. മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് സിഗർ ലാമ്പ് ചൂടാക്കാം. അതിന് നമുക്ക് ഇങ്ങനത്തെ ഒരു സിഗർ ലാമ്പ് ആവശ്യമുണ്ട്. കുറച്ച് പെർഫോമൻസിൽ സിഗർ ലാമ്പാണ്, നോർമൽ സിഗർ ലാമ്പ് കൊണ്ട് ആവില്ല മര്യാദയ്ക്ക്. ഇത് ഇങ്ങനെ ഈ ഹീറ്റാക്കി സ്കെയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു ഫ്ലാറ്റായ സ്ഥലം കിട്ടണം. കറക്റ്റ് കർവായ 90 ഡിഗ്രി കർവായ സ്ഥലവും കിട്ടണം. ഫ്ലാറ്റായിട്ട് 90 ഡിഗ്രി കർവായ സ്ഥലവും കിട്ടണം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുക. അവിടെ പിടിച്ചു കൊടുക്കുക. ഇത് ഉണങ്ങുന്നവർ വെയിറ്റ് ചെയ്യുക. ഒരു 2-5 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. ഇത് ഉണങ്ങി കിട്ടും. ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. അപ്പോൾ ഇതൊരു ക്ലാമ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിനി ഈ കാറിലിങ്ങനെ വെക്കുക. കാറിലിങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഹോൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു നൈഫിൻ്റെ ആവശ്യമുണ്ട്. അതിന് ഇങ്ങനെ ഹീറ്റാക്കിയിട്ട് ഇത് നല്ലോണം മെൽട്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ചോത്ത കളർ വരും ബ്ലേഡിന്. ഒരു ഭയങ്കരമായിട്ട് ചൂടായിട്ട്. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഇത് ഇത്രയും വരെ എല്ലാം കട്ടാവും. പിന്നെയും ചൂടാക്കി ഇത് കട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കട്ടാക്കി കിട്ടും. ഗ്രൈൻഡർ കൊണ്ടെല്ലാം കട്ടാക്കി കഴിഞ്ഞാൽ ബാക്കി ചിലവെല്ലാം കട്ടായി പോകും. അപ്പോൾ ഇതിങ്ങനെ കട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കതായി. ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. 4 സ്ക്രൂ ഇട്ടിട്ട് ഒരു ചെറിയ തുള്ളി സൂപ്പർ ഗ്ലൂ ഈ മൂലക്ക് രണ്ടിടത്തും ആയി കൊടുത്തിട്ട് ചെറുങ്ങനെ ഇങ്ങനെ നിർത്തിക്കുക. അത് ജസ്റ്റ് ഒന്ന് നിന്ന് കിട്ടിയാൽ മതി. അങ്ങനെ നിർത്തിച്ചതിന് ശേഷം ഇതേപോലെ പ്ലെയറിന് ഒരു ബിറ്റോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല ഏത് സ്ക്രൂ ഇടുന്ന ആ സ്ക്രൂവിൻ്റെ തടിയില്ല, സ്ക്രൂവിൽ കുറച്ച് തടി കുറഞ്ഞത് വേണം എടുക്കാൻ, എന്നാലും സ്ക്രൂ ടൈറ്റായിട്ട് നിൽക്കും. അങ്ങനത്തെ ഒരു ബിറ്റ് എടുത്തിട്ട് സിഗർ ലാമ്പ് കൊണ്ട് ചൂടാക്കി കൊടുക്കാൻ. ഇത് നല്ല ഹീറ്റായി കഴിഞ്ഞാൽ ഇത് കുത്തി കൊടുക്കാം. ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടയായി കിട്ടും. അപ്പോൾ ഇത് ഡ്രില്ല് ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഇത് ഈ ഒട്ടിച്ച പശ അതിന് കണക്കായിട്ട് നിൽക്കില്ല. നമ്മൾ ഇത് ഡ്രില്ല് ചെയ്യാൻ നോക്കുമ്പോൾ ഇതെല്ലാം ഇളകിയിട്ട് അലൈൻമെൻ്റ് എല്ലാം തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സ്ക്രൂവെല്ലോട്ട് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് മോട്ടർ വെച്ച് നോക്കണം. പിന്നെ മോട്ടറിൻ്റെ ഒരു കാര്യം പറയാനില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോക്ക് റോയിലറിൻ്റെ ഗിയർ സിസ്റ്റമാണ് എടുത്തിട്ടില്ലെന്ന്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയറിൻ്റെ മിനിമം 3/4 ഭാഗമെങ്കിലും ഈ ഗിയർ വേണ്ടി വരും. ഈ ഗിയറാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ടയറിൻ്റെ 3/4 ഭാഗമാകുമ്പോൾ ഈ ഗിയർ ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ RC കാർ വലിയില്ല. പിന്നെ പരമാവധി നമുക്ക് എത്ര വെയിറ്റ് കുറക്കാൻ പറ്റും അത്രയും വെയിറ്റ് കുറച്ചിട്ട് ബാറ്ററി ആയാലും RC കാർ നമ്മൾ വിചാരിച്ച പെർഫോമൻസ് കിട്ടുന്നുണ്ടെങ്കിൽ വെയിറ്റ് പരമാവധി കുറച്ച് കൊടുക്കാം. റോക്ക് റോയിലറിന് 3 ഗിയേഴ്സ് ഉണ്ടാവും. ഒന്ന് ചെറുത്, അത് വലുതിനെ കറക്കും, ചെറുത് വലുതിനെ കറക്കും, ഇങ്ങനെയാണ് ഉണ്ടായി. അപ്പം ഇതിനെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത് ഡയറക്റ്റ് വലുതിനെ കറക്കാൻ. എന്നാൽ നമുക്ക് സ്പീഡ് കൂടും, ടോർക്ക് കുറയും. ടോർക്ക് കുറഞ്ഞാലും അതിന് കണക്കായ വെയിറ്റ് മാത്രമേ നമ്മൾ ഈ RC കാറിന് കൊടുക്കാൻ പാടുള്ളൂ. എന്നാലും ഇതിനുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമല്ലോ. പിന്നെ അതിന് കണക്കായ മോട്ടർ കൊടുക്കണം. നോർമൽ മിനി മോട്ടർ എടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. ഇത് കുറച്ചും കൂടി പവർ കൂടിയ മോട്ടറാണ്. 3.7 വോൾട്ടിൽ തന്നെ കുറച്ചും കൂടി ടോർക്ക് കൂടിയ മോട്ടറാണ് ഇത്. കാരണം മോട്ടറും ഈ ഗിയറും എല്ലാം കൂടി സെറ്റ് ചെയ്ത് കാറും ബാറ്ററി എല്ലാം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ RC കാർ നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതെങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗിയർ സിസ്റ്റം ഇതിലേക്ക് വർക്ക് ചെയ്യണം. അപ്പം ഇത് നമ്മൾ നൈഫ് എടുക്കുക. നൈഫിൻ്റെ ഇവിടെ ചൂടായി കൊടുത്തിട്ട് ഈ സൈഡ് ഭാഗം ഈ ഗിയറിൻ്റെ പല്ലിനൊന്നും മുട്ടാണ്ട് ഈ സൈഡ് ഭാഗം കറക്റ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രൈൻഡർ കൊണ്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഗ്രിപ്പ് കിട്ടും. ആ ഗ്രിപ്പിന് പേസ്റ്റ് പരട്ടി കൊടുക്കുക. ഇത് സോൾഡറിങ് ആയതിൻ്റെ പേസ്റ്റാണ്. ഈ പേസ്റ്റ് പരട്ടി കൊടുക്കുക, സോൾഡർ ചെയ്യുക. കുറച്ച് തടി കൂട്ടുക. ഈ ഷാഫ്റ്റിന് തടി കൂട്ടിയിട്ട് നന്ന തടി കൂട്ടാൻ പാടില്ല. നന്ന തടി കൂട്ടി കഴിഞ്ഞാൽ ഇത് കയറ്റി കഴിഞ്ഞാൽ ഈ ഗിയർ പൊട്ടി പോകും. പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഈ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിക്കണം. ഇത് ബെൻഡായി കറങ്ങുന്നുണ്ട്. എന്നാൽ ചെറിയൊരു പ്രശ്നമൊന്നും വലിയ വിഷയമാവില്ല. നല്ലോണം ബെൻഡായി കഴിഞ്ഞാൽ ഗിയർ വർക്ക് ചെയ്യില്ല. കുറേ വർക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഗിയർ താഴ്ന്നു പോകുകയും ചെയ്യും പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്തെടുത്തത് ഇതിന് ഇട്ട് കൊടുക്കണം. സോൾഡറിങ് ഞാൻ ചെയ്തിട്ട് കുറച്ച് തടി കൂട്ടിക്കഴിഞ്ഞാൽ തടി ഓവറായി കഴിഞ്ഞാൽ ആ ഓവറായ സ്ഥലം കുറച്ച് ചെത്തിക്കളഞ്ഞിട്ട് തടി കുറക്കുക. ചെറുങ്ങനല്ല, കുറച്ച് ടൈറ്റായി കിട്ടണം. എന്നാൽ ഭയങ്കര തടിയും ആവാൻ പാടില്ല. ആ സോൾഡർ ചെയ്തത് അത് ഇതിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് മുട്ടിയെടുക്കുക. ഈ ഷാഫ്റ്റിന് വെച്ച് അടിക്കുക. ഈ മോട്ടറിൻ്റെ ബാക്ക് സൈഡിലൊന്നും അടിക്കാൻ പാടില്ല. സൈഡിൽ അടിച്ചാൽ മോട്ടർ കംപ്ലീറ്റ് ആവും. ഷാഫ്റ്റിൽ വെക്കുക, മുട്ടിയെടുക്കുക, ഷാഫ്റ്റിൽ വെക്കുക, നിലത്ത് വെക്കുക, അടിക്കുക. എന്നിട്ട് ഇത് കയറി കഴിഞ്ഞാൽ ഇത് കയറാൻ ഇത്ര ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഗ്യാപ്പ് ഉണ്ടായാലും ഇത് വർക്ക് ചെയ്യും. അപ്പം ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് ഹോളില്ല സംഭവമാണ്. ഇതിലേക്ക് കയറി പോയിക്കോളും. ഇതുകൊണ്ട് നമ്മൾ ഈ ഗ്യാപ്പ് ഫില്ലാക്കാൻ പോയത്. ഗ്യാപ്പ് ഫില്ലാക്കി അലൈൻമെൻറ്റ് കറക്റ്റാക്കി വെക്കണം. ഈ ഗ്യാപ്പ് ടയർ കയറാനുള്ള ഗ്യാപ്പ് അലൈൻമെൻറ്റ് ഫുള്ള് കറക്റ്റായിരിക്കണം.
ഇതേപോലെ ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഈ സാധനങ്ങൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രേ പെയിൻറ്റ് ക്യാൻ്റെ ഉള്ളത്തെ സംഭവമാണ് ഇത് പൈപ്പ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നവർ ഈ ടോയിൽ പണിയെടുക്കാൻ താല്പര്യമില്ലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കാണുന്ന എല്ലാം വാരി എടുക്കണം എന്നല്ല, പക്ഷേ കണ്ണ് കാണുന്ന നമുക്ക് ആവശ്യം തോന്നുന്ന കാര്യങ്ങളെല്ലാം വേസ്റ്റ് ആണെങ്കിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അത് നമുക്ക് പിന്നെ ആയിരിക്കും ഉപകാരപ്പെടൽ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയറിൻ്റെ ഹോള് ഈ ആക്സിലായിട്ട് സെറ്റ് ആവില്ല, ഹോള് വലുതാണ്. അപ്പോൾ ഹോള് നമുക്ക് ചെറുതാക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3D പ്രിൻ്ററിൻ്റെ ഫിലമെൻ്റാണ്. ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് കത്തിച്ചിട്ട് തീ ഉണ്ടാക്കി കൊടുക്കും. ആ തീയൊന്ന് ഇതിലേക്ക് ഇട്ടിച്ച് കൊടുക്കുക, ഓട്ട അടച്ചെടുക്കുക, ഫുൾ അടച്ചെടുക്കുക. പരമാവധി അടച്ചെടുത്തതിന് ശേഷം കാണിച്ചു. അപ്പോൾ ഹോൾ നമ്മൾ കുറച്ച് അടച്ചെടുത്തിട്ടുണ്ട്. ഇത് എക്സ്റ്റെൻഡ് നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെടുക്കുക. അപ്പോൾ ഇത് വിട്ട് മറ്റേത് നമ്മൾ ത്രെഡ് ഉണ്ടായ ഭാഗമാണ്, അത് കുഴപ്പമില്ല. ത്രെഡ് ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹീറ്റായി കൊടുക്കുക. പരമാവധി ഈടുത്തം വരെ മാത്രമേ ഹീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഇത് വരും. പിന്നെ ഇത് ചെയ്തത് വെറുതെ ആവും. വീട് നല്ലോണം ഹീറ്റായി കൊടുക്കുക. ടയറിന് ഹോൾ ചെറുതായിരിക്കും, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ടൈറ്റായി കയറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വരും. എന്നാലും കയറ്റി കൊടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ആവശ്യമുണ്ട്. ഇതിപ്പോൾ സ്പ്രേൻ്റെ നിലത്തുകൊണ്ട് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കുക ചെയ്യും. അപ്പോൾ ഇത് ഇതിലേക്ക് കയറ്റി കൊടുക്കുക. കുറച്ച് പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കുക. അലൈൻമെൻറ്റ് കറക്റ്റാക്കുക. ഒന്നോട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഹീറ്റ് സ്പ്രെഡ് ആകുന്നതിന് മുന്നേ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബെയറിങ്ങിൻ്റെ ഈ ഒരു പ്ലേയിങ് കൂടും. ബെയറിങ് പോലെ ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവം ഡാമേജ് ആവും. പ്ലാസ്റ്റിക് ബാക്കിയിൽ ഡാമേജ് ആവും. അപ്പോൾ സാധനം സെറ്റാണ് ഗൈസ്. പിന്നെ പറയാൻ വിട്ടതെന്ന് വെച്ചാൽ ഗ്ലൂ ഗൺ കൊണ്ട് ആദ്യം ഒട്ടിച്ചിട്ട് അവിടെ നിർത്തിക്കുക. കുറച്ച് ടൈറ്റായി പിടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കില്ല, ടൈറ്റായി നിൽക്കില്ല, ഗിയർ കറക്റ്റായിട്ട് ടച്ച് ആവില്ല. അപ്പോൾ കേബിൾ ടൈ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റായി കൊടുക്കുക. ഓവർ ടൈറ്റായി കഴിഞ്ഞാൽ ഗിയർ ഭയങ്കര സ്റ്റക്കായ മാതിരി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു കണക്കായി ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇടുമ്പോൾ നോക്കി നോക്കിയിട്ട് ഓവർ ടൈറ്റ് ആകുന്നുണ്ടോ. അപ്പം കണക്കായിട്ട് ഇത് ലൂസായിട്ട് വർക്ക് ചെയ്യണം. ഇതിപ്പം എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് തിരിക്കാൻ പറ്റും. ഇതേപോലെ വർക്ക് ചെയ്യണം. എന്ന് നോക്കിയിട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് നമുക്കിത് പാക്ക് ചെയ്ത് ഇപ്പം ഇട്ട് വെച്ചിട്ട് ഭയങ്കര ടയർ ലോവറാണ്, ഇതുവഴി മുട്ടുന്നുണ്ടോ, ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതിന് കുറച്ച് ടയർ കുറച്ചും കൂടി പുറത്തേക്കായില്ല. ഇപ്പോൾ ഈ വൈഡ് ബോഡിയും കൂടി ചെയ്തെടുക്കണം. അത് നമുക്കിപ്പോൾ ഇതിപ്പോൾ സെറ്റായി. ഇനി നമുക്ക് വൈഡ് ബോഡി അടുത്ത വീഡിയോ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ സെറ്റായി, ഓക്കെയാണ്. ഇതിന് ഈ വർക്കിംഗ് വീഡിയോ വരുന്നതായിരിക്കും.